ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് MCQs ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇലക്ട്രോളിസിസ് നമ്മൾ പഠിച്ചു, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് അതുപോലെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് എന്ന ആ ടോപ്പിക്കിൽ വരുന്ന ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദ ഡാഷ് ഓഫ് ദി ഇലക്ട്രിക് കറൻറ്റ്. അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ്, എന്തിൻ്റെ എക്സാമ്പിളാണ്, അപ്പോൾ അത് എന്ത് എഫക്റ്റിൻ്റെ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അത് എന്ത് എഫക്റ്റാണ് നമുക്ക് അറിയാൻ പറ്റും. അതായത് ഓപ്ഷൻ എ ഫിസിക്കൽ എഫക്റ്റ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് എഫക്റ്റ്, ഓപ്ഷൻ സി കെമിക്കൽ എഫക്റ്റ്, പിന്നെന്താണ് ഓപ്ഷൻ ഡി മോർ ദാൻ വൺ ഓഫ് ദി എബോ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കെമിക്കൽ എഫക്റ്റിൻ്റെ എക്സാമ്പിളാണ്. എന്ത്, കെമിക്കൽ എഫക്റ്റ് ഓഫ് കറൻറ്റിൻ്റെ എക്സാമ്പിളാണ് ആര്, നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഡെപ്പോസിഷൻ ഓഫ് മെറ്റൽ ഓവർ എനി മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് സർഫസ് ആണ് എന്ത്, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈസ് ഡിഫൈൻഡ് എസ് ഡെപ്പോസിഷൻ ഓഫ് മെറ്റൽ ഓവർ എന്തിൻ്റെ ഇടയിൽ, മെറ്റാലിക് അല്ലെങ്കിൽ എന്താണ് നോൺ മെറ്റാലിക് സർഫസിന്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഫിസിക്കൽ എഫക്റ്റ് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം when a human body touches the bare current carrying conductor, current flow through body, earth and body get shock. അതാണ് നമുക്ക് എന്താ ഫിസിക്കൽ എഫക്റ്റ്. ഷോക്ക് അടിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമുക്ക് ഫിസിക്കലായിട്ട് അനുഭവിക്കാൻ പറ്റും അല്ലേ. മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോർ, ജനറേറ്റർ, ഇലക്ട്രിക് ബെല്ലൊക്കെ വർക്ക് ചെയ്യുന്നത് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്തിൽ തന്നെയാണ്, മാഗ്നറ്റിക് എഫക്റ്റ് ആണ് അല്ലേ. ഒരു കറണ്ട് ഒരു കോയിൽ അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് കൂടെ പാസ് ചെയ്യുമ്പോൾ അല്ലേ, കോയിൽ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിന് അകത്ത് ഉണ്ടാവുന്നു. അതാണ് എന്താ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. കെമിക്കൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കെമിക്കൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ആക്ഷൻ നടക്കുകയാണ് അല്ലേ. ഒരു കറണ്ട് ഒരു ഇലക്ട്രോലൈറ്റ്സിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ഒരു കെമിക്കൽ ആക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, കെമിക്കൽ എഫക്റ്റ് ഓഫ് കറണ്ട്. അതിൽ എക്സാമ്പിളാണ് നമ്മുടെ എന്ത് ഇലക്ട്രോപ്ലേറ്റിംഗ്, സെൽസ് ആൻഡ് ബാറ്ററി ചാർജിങ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് ഒക്കെ. അപ്പോൾ ഏത് തന്നെയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തിന് എക്സാമ്പിളാണ്, ഈസ് ആൻ കെമിക്കൽ എഫക്റ്റ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് യൂസ്ഡ് ഫോർ, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ദ റീപ്ലേസ്മെന്റ് ഓഫ് വേൺ ഔട്ട് മെറ്റീരിയൽ, ഓപ്ഷൻ ബി ദ പ്രൊട്ടക്ഷൻ ഓഫ് മെറ്റൽ അഗെയിൻസ്റ്റ് കൊറോഷൻ, ഓപ്ഷൻ സി ഗിവിംഗ് എ ഷൈനിങ് അപ്പിയറൻസ് ടു ആർട്ടിക്കിൾസ്, ഓപ്ഷൻ ഡി മോർ ദാൻ വൺ ഓഫ് ദി എബോ. നമുക്ക് മുകളിൽ തന്നിട്ടുള്ള മൂന്നിലും നമ്മൾ എന്താണ് ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡെപ്പോസിഷൻ ഓഫ് എ മെറ്റൽ ഓവർ എനി മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് സർഫസ് ആണ്. അപ്പോൾ അതെന്തിലാണ് എംപ്ലോയ് ചെയ്യുന്നത് നോക്കിയേ, ടു പ്രൊട്ടക്ട് ദ മെറ്റൽ ഫ്രം കൊറോഷൻ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ, മോയിസ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്. എന്നാണ് ടു പ്രൊട്ടക്ട് ദ മെറ്റൽ ഫ്രം, എന്തിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് മെറ്റലിനെ, മെറ്റൽസ് ഫ്രം കൊറോഷൻ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ, മോയിസ്ചർ ആൻഡ് CO2 എന്ന്. സെക്കൻഡ് എന്താണ്, ടു ഗിവ് റിഫ്ലക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഓർ ടു റിഫ്ലക്റ്റേഴ്സ് നമുക്കറിയാം റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കുന്നുണ്ട്, റിഫ്ലക്റ്റേഴ്സിന്. പിന്നെന്താണ് പറയുന്നത്, ടു റീപ്ലേസ് വേൺ ഔട്ട് മെറ്റൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ എന്താണ്, ടു ഗിവ് എ ഷൈനി അപ്പിയറൻസ് ടു ആർട്ടിക്കിൾ. ഇതുമൂലം ഇലക്ട്രോപ്ലേറ്റിംഗ് മൂലം നമുക്ക് എന്താണ് നമ്മുടെ ആർട്ടിക്കിൾസിനൊക്കെ ഷൈനി അപ്പിയറൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം, അതായത് നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം എന്താണ് ഇതിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കറക്റ്റ് എന്താണ്, മോർ ദാൻ വൺ ഓഫ് ദി എബോ ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 3, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. താഴെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് എന്ത് ലോ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് എം ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഓർ ചാർജ്ഡ് പാസ്ഡ്. എന്താണ് തന്നിട്ടുള്ളത്, ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എം ഡെപ്പോസിറ്റ് ഓർ ലിബറേറ്റഡ് അല്ലേ, ഡെപ്പോസിറ്റ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് ലിബറേറ്റ് ചെയ്യോ അറ്റ് എനി ഇലക്ട്രോഡ്, ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിനകത്ത്, അതെന്താണ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി എന്താണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ഓർ ചാർജ് പാസ്ഡ്. അതായത് എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു
ചാർജ്. ഏതിലാണ് നമ്മൾ പഠിച്ചത്? ഫാരഡേസ് ഫസ്റ്റ് ലോ അല്ലേ? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. അത് ഏതിലെ? ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിലല്ലേ ഇത് പഠിച്ചത്? അങ്ങനെ ചോദിക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓംസ് ലോ, ഓപ്ഷൻ ബി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഓപ്ഷൻ സി കിർച്ചോഫ്സ് കറന്റ് ലോ, ഓപ്ഷൻ ഡി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ അത് ഏത് തന്നെയാണ്? ഇതാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അത് ഫാരഡേസിന്റെ ഏത് ലോ? ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. അങ്ങനെ കൂടി ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് സ്റ്റേറ്റ് ദാറ്റ് മാസ് ഓഫ് എ സബ്സ്റ്റൻസ് deposited at any electrode is directly proportional to the amount of charge passed. തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എം ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യൂ അല്ലേ? എം എന്താണ് അറിയാം? എന്താണ്? മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എൻ ഇലക്ട്രോഡ് ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് ചാർജ് ഓർ ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ് ആണെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കണം കേട്ടോ. Question number 4. The voltage applied to a electrode for electroplating is in the range of. നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പോൾ എത്ര വോൾട്ടേജ് ആണ് നമ്മൾ ആ ഇലക്ട്രോഡ്സിലേക്ക് പാസ് ചെയ്യുന്നത്? അതിൻ്റെ ഒരു റേഞ്ച് എത്ര വോൾട്ടേജ് ആണെന്ന് ഉണ്ടാവുമല്ലോ, അതിൻ്റെ റേഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 24 വോൾട്ട് ടു 48 വോൾട്ട് എ സി, ഓപ്ഷൻ ബി 24 വോൾട്ട് ടു 48 വോൾട്ട് ഡി സി, ഓപ്ഷൻ സി 1 വോൾട്ട് ടു 6 വോൾട്ട് ഡി സി, ഓപ്ഷൻ ഡി 1 വോൾട്ട് ടു 6 വോൾട്ട് എ സി. അപ്പോൾ അത് ഏതാണ്? എത്ര വോൾട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? 1 വോൾട്ട് ടു 6 വോൾട്ട് ഡി സി ആണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റേഞ്ച് ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുമ്പോൾ ഇലക്ട്രോഡ്സിൽ കൊടുക്കുന്ന അപ്ലൈഡ് വോൾട്ടേജ് എത്രയാണ്? ആ ഒരു റേഞ്ച് വാല്യൂ എത്രയാണ്? 1 വോൾട്ട് ടു 6 വോൾട്ട് ഡി സി ആണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ്? പ്രോസസ് പ്രൊഡ്യൂസിങ്, അതായത് എ പ്രോസസ് ഫോർ പ്രൊഡ്യൂസിങ് എ മെറ്റൽ കോട്ടിംഗ് ഓൺ എ സോളിഡ് സർഫസ് ത്രൂ ദ റിഡക്ഷൻ ഓഫ് കാറ്റയോൺസ് ഓഫ് ദ സെയിം മെറ്റൽ ബൈ മീൻസ് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ് എന്ത്? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമുക്ക് നോക്കാം. റേഞ്ച് വന്നിട്ട് എത്രയാണ്? 1 വോൾട്ട് ടു 6 വോൾട്ട് ഡി സി ആണെന്ന് ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ഡി സി ആണെന്നുള്ളത് ഓർത്ത് വെക്കണം, കാരണം ഇതിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. Question number 5. Before starting electroplating, what action is to be necessarily taken? നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നതിന് മുമ്പ് അല്ലേ? ബിഫോർ സ്റ്റാർട്ടിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ത് ആക്ഷൻ ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്? നമുക്ക് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ് അറിയാം, അതിൻ്റെ ഓരോ കേസുകളും ഓരോ ഓപ്പറേഷൻസ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻ എ ബഫിംഗ്, ഓപ്ഷൻ ബി സോൾഡറിങ്, ഓപ്ഷൻ സി ക്ലീനിങ്, ഓപ്ഷൻ ഡി പോളിഷിംഗ്. അപ്പോൾ ഏതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്? ക്ലീനിങ് പ്രോസസ്സാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? ക്ലീനിങ് ആണ്. അപ്പോൾ എന്താണ് ബഫിംഗ്? ബഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഫിംഗ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ പോളിഷിംഗ്. പോളിഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബഫിംഗ്. ഓർത്ത് വെക്കണം, ബഫിംഗ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ആഫ്റ്റർ പോളിഷിംഗ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം പോളിഷിങ്ങിൻ്റെ കഴിഞ്ഞ അടുത്ത ഓപ്പറേഷൻ എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? ബഫിംഗ് ആണ്. ഇറ്റ്സ് എ ഫൈൻ അബ്രസീവ് ടു ഫർദർ സ്മൂത്തനിങ് ദ സർഫസ് and to provide the surface with a lustrous gainless ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ബഫിംഗ് ചെയ്യുന്നത്. അടുത്ത എന്താണ്? സോൾഡറിങ് അല്ലേ? സോൾഡറിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റാലിക് മെറ്റീരിയൽ ആർ ജോയിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ ലിക്വിഫൈഡ് മെറ്റീരിയൽ. സോൾഡർ യൂസ് ചെയ്ത് നമ്മൾ എന്താണ് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ സോൾഡറിങ് എന്ന് പറയുന്നത്, അറിയാലോ. പിന്നെ പോളിഷിംഗ് എന്താണ്? സർഫസ് പോളിഷിംഗ് സർഫസ് ഇറഗുലാരിറ്റീസ് ആർ റിമൂവ്ഡ് ഫ്രം ദ വർക്ക് പീസ് ബൈ യൂസിങ് അബ്രസീവ് പാർട്ടിക്കിൾ വിച്ച് ആർ ഗ്ലൂഡ് ടു എ ഫ്ലെക്സിബിൾ വീൽ ഓർ എ ബെൽറ്റ്. ഇലക്ട്രോ പോളിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് എന്ത്? ഈ ഇലക്ട്രോ പോളിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ നമ്മൾ ബിഫോർ സ്റ്റാർട്ടിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്? ക്ലീനിങ് പ്രോസസ്സാണ് എടുക്കേണ്ടത്. Question number 6. During the process of electrolysis, when the same quantity of electricity is passing through different electrolytes, the mass of the substance deposited is proportional to. എങ്ങനെയാണ്? ഓപ്ഷൻ എ മോളിക്യുലർ നമ്പർ, ഓപ്ഷൻ ബി മോളിക്യുലർ വെയിറ്റ്, ഓപ്ഷൻ സി വാലൻസീസ്, ഓപ്ഷൻ ഡി കെമിക്കൽ ഇക്വലൻസ്. എന്നാണ് ഒരു ഇലക്ട്രോളിസിസ് പ്രോസസ് എടുക്കുമ്പോൾ the same quantity of electricity pass to different electrolyte അല്ലേ? നമുക്കറിയാം സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്താണ് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിൽ പാസ് ചെയ്യുമ്പോൾ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിഷൻ ഈസ്
പ്രൊപ്പോർഷണൽ ടു. ഇതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? ഫാരഡേസ് സെക്കൻഡ് ലോ ആണ് കണ്ടിട്ടുള്ളത് അല്ലേ? ഈ ഒരു ഡിഫിനിഷൻ എവിടെയാണ് കണ്ടിട്ടുള്ളത്? അതായത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ പ്രൊപ്പോർഷണൽ ടു ദെയർ റെസ്പെക്റ്റീവ് കെമിക്കൽ ഇക്വലന്റ് ഓർ ഇക്വലന്റ് വെയിറ്റ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ്? സെക്കൻഡ് ലോയിലാണ് അത് കണ്ടിട്ടുള്ളത്. ഫാരഡേയുടെ സെക്കൻഡ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസിലാണ് അത് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കെമിക്കൽ ഇക്വലൻസ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ആലോചിക്കണം? ഡെഫിനിഷൻ, ഡെറിവേഷൻ എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടി നമ്മൾ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. കാരണം അതിൽ നിന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ എന്താണ് അറിയണം, സെക്കൻഡ് ലോ എന്താണ് അറിയണം, ഇലക്ട്രോളിസിസ് എന്താണെന്ന് അറിയണം, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണ് അറിയണം, ഓരോന്നിൻ്റെയും ഇക്വേഷൻസും അറിഞ്ഞു പോകണം. Question number 7. Which of the following application of electrolysis is not converted under electrode deposition? താഴെ തന്നിട്ടുള്ള ഏതിൻ്റെ application ആണ് അല്ലേ? Which of the following application of electrolysis is not converted? നോക്കി, not covered under electrode deposition എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇലക്ട്രോ പോളിഷിംഗ്, ഓപ്ഷൻ ബി ഇലക്ട്രോ ഫേസിംഗ്, ഓപ്ഷൻ സി ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഓപ്ഷൻ ഡി ഇലക്ട്രോ ഫോമിംഗ്. ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രോ പോളിഷിംഗ്, ഓപ്ഷൻ ബി ഇലക്ട്രോ ഫേസിംഗ്, ഓപ്ഷൻ സി ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഓപ്ഷൻ ഡി ഇലക്ട്രോ ഫോമിംഗ്. അപ്പോൾ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ് ഈസ് നോട്ട് കവേർഡ് അണ്ടർ ഇലക്ട്രോ ഡെപ്പോസിഷനിൽ വരുന്നത് ഏതാണ്? അത് ഇലക്ട്രോ പോളിഷിംഗ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ പോളിഷിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ എന്താണ് റിവേഴ്സ് പ്രോസസ്സാണ് അല്ലേ? ഇലക്ട്രോ പോളിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ നോക്കി. ഇലക്ട്രോ പോളിഷിംഗ് ഈസ് എ റിവേഴ്സ് പ്രോസസ് ഓഫ് ഇലക്ട്രോ പ്ലേറ്റിംഗ് ആണ്. സോ അത് എന്തിൽ വരില്ല? നമ്മുടെ ഇലക്ട്രോളിസിസിൽ നോട്ട് കവേർഡ് വരുന്നത്. അപ്പോൾ ഏതാണ്? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്പോസിഷൻ ഓഫ് മെറ്റൽ ഓവർ ഇനി മെറ്റാലിക് ഓർ നോൺ മെറ്റാലിക് സർഫസ് ആണ്. അതിൽ എന്താണ്? ടു പ്രൊട്ടക്ട് മെറ്റൽ ഫ്രം കൊറോഷൻ ബൈ അറ്റ്മോസ്ഫിയറിക് എയർ, മോയ്സ്ചർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ടു ഗീവ് ദ റിഫ്ലക്റ്റിംഗ് പ്രോപ്പർട്ടീസ് ടു റിഫ്ലക്ട്, ടു റീപ്ലേസ് വേൺ ഔട്ട് മെറ്റൽ, ടു ഗീവ് ഷൈനിങ് അപ്പിയറൻസ് ഓഫ് പാർട്ടിക്കിൾ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസ് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ പഠിച്ചു തന്നെ പോകണം. അപ്പോൾ എന്താണ് ഇതിൽ വരാത്ത ഏതാണ്? ഇലക്ട്രോ പോളിഷിംഗ് ആണ്. കാരണം ഇലക്ട്രോ പോളിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സ് പ്രോസസ്സാണ് ഒരു ഇലക്ട്രോ പ്ലേറ്റിങ്ങിൻ്റെ. Question number 8. The material which is to be electroplated എങ്ങനെയായിരിക്കണം? ഇലക്ട്രോപ്ലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഓപ്ഷൻ എ can be connected to either cathode or anode. ഓപ്ഷൻ ബി is freely kept in the electrolytic tank. ഓപ്ഷൻ സി is connected to the terminal of the cathode. ഓപ്ഷൻ ഡി is connected to the terminal of anode. എങ്ങനെയാണ്? is connected to the terminal of എന്തിൻ്റെ ടെർമിനലിലെ? കാഥോഡ് ആണ്. എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? is connected to the terminal of cathode ആണ്. നമുക്കറിയാം, ഞാൻ വീണ്ടും പറയുന്നില്ല ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് ഉള്ള കേസ്. അപ്പോൾ എന്താണ്? ദ കോമ്പോണന്റ് ഓഫ് പ്ലേറ്റഡ് ഈസ് ഡിപ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് ആൻഡ് മെയ്ഡ് എസ് എ കാഥോഡ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ്? കാഥോഡ് ആയിട്ടാണ് അത് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ദ ഇലക്ട്രോലൈറ്റിക് സപ്ലൈ ദ മെറ്റൽ അയോൺ ഓഫ് മെറ്റീരിയൽ ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ആനോഡ് ടു കാഥോഡ് ആയിരിക്കണം. കാഥോഡ് ആയിരിക്കണം. ഓക്കെ, നോക്കണ്ട. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ദ സർഫസ് ഓഫ് കോമ്പൗണ്ട് വിത്ത് അനദർ മെറ്റാലിക് കോട്ടിംഗ് ടു അച്ചീവ് ദ ഡെക്കറേറ്റീവ് ഓർ പ്രൊട്ടക്റ്റീവ് സർഫസ് അഗെയിൻസ്റ്റ് കൊറോഷൻ ആണ്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? ഈസ് കണക്റ്റഡ് ടു ദ ടെർമിനൽ ഓഫ് ദി കാഥോഡിലാണ് അത് കണക്ട് ചെയ്യേണ്ടത്. Question number 9. What is the main principle of electroplating? Electroplating main principle എന്താണ്? ഓപ്ഷൻ എ ഹൈഡ്രോളിസിസ്, ഓപ്ഷൻ ബി ന്യൂട്രലൈസേഷൻ, ഓപ്ഷൻ സി എസ്റ്ററിഫിക്കേഷൻ, ഓപ്ഷൻ ഡി സാച്ചുറേഷൻ. ഏതാണ് മെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ ഹൈഡ്രോളിസിസ് ആണ് അല്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓവർ ദ അനദർ ഇൻ ദ പ്രസൻസ് ഓഫ് മെറ്റൽ സാൾട്ട്. ഇൻ ദിസ് പ്രോസസ് വാട്ടർ മോളിക്യൂൾ ഈസ് ഗിവൺ ഔട്ട് ദ എൻഡ് പ്രൊഡക്റ്റ് ആണ്. ഹെൻസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോളിസിസ് ആണ്. ഓർത്ത് വെക്കണം, ഹൈഡ്രോളിസിസ് ആണ്. Question number 10. Which of the following is not an application of electroplating? താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ആപ്ലിക്കേഷൻ ഇല്ലാത്തത് ഇലക്ട്രോപ്ലേറ്റിംഗിൻ്റെ? ഡെക്കറേറ്റീവ് പ്രോസസ്, കോട്ടിംഗ് ഓഫ് മെറ്റൽ, മെറ്റൽ പ്രൊട്ടക്ഷൻ, കൊറോസീവ് പ്രിവെൻഷൻ. വീണ്ടും അത് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ എന്താണ്? പ്രിവെൻറ്റ് കൊറോഷൻ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇതിനെയാണ് പ്രിവെൻറ്റ് കൊറോഷൻ. കൊറോഷൻ പ്രിവെൻഷൻ എന്തിൻ്റെ ആപ്ലിക്കേഷൻ അല്ല? ഇസ് നോട്ട് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഏതാണ്? കൊറോഷൻ പ്രിവെൻഷൻ. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ നന്നായി നോക്കി പോവുക. അതായത് ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യും, കോട്ടിംഗ് ഓഫ് മെറ്റലിന് യൂസ് ചെയ്യും, മെറ്റൽ പ്രൊട്ടക്ഷൻസിനൊക്കെ അത് യൂസ് ചെയ്യും. മെറ്റൽ ഗെറ്റ് ഡെപ്പോസിറ്റഡ് നമുക്കതൊക്കെ അറിയാം. ഡെക്കറേറ്റീവ് പർപ്പസ്, കോട്ടിംഗ് ഓഫ് മെറ്റൽ ഒക്കെ എന്തിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ്? നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. പക്ഷേ എന്താണ്? കൊറോഷൻ, അത് കൊറോഷൻ പ്രിവെൻഷൻ അത് യൂസ് ചെയ്യില്ല.
Question number 11. What is the unit of electrochemical equivalent? Electrochemical equivalent in the unit എന്താണ്? Option A coulomb gram, option B gram per coulomb, option C gram per second, option D coulomb per ampere. ഏതാണ്? gram per coulomb ആണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. gram per coulomb ആണ് ഒരു ഇലക്ട്രോകെമിക്കൽ ഇക്വിവലന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? ഇതാണ് gram per coulomb ആണ്. വീണ്ടും എന്താണ് ഇലക്ട്രോകെമിക്കൽ ഇക്വിവലന്റ് എന്താണെന്നൊക്കെയാണ് തന്നിട്ടുള്ളത്. അത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ കൂടെ തന്നെയാണ്. അതായത് ഇലക്ട്രോകെമിക്കൽ ഇക്വിവലന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ക്യാൻ ബി ഡിഫൈൻഡ് എസ് എ മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ടു വൺ ഓഫ് ദ ഇലക്ട്രോഡ്സ് വെൻ എ കറന്റ് 1 ആംപിയർ ഈസ് പാസ്ഡ് ഫോർ 1 സെക്കൻഡ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് വെച്ചിട്ടാണ് ഈ ഇലക്ട്രോകെമിക്കൽ ഇക്വിവലന്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ലോ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ടോപ്പിക്കാണ്. Question number 12. As per the table of electrochemical equivalent of element, the atomic weight of the element is dash law. ഏതിൻ്റെ? നമുക്ക് ഇലക്ട്രോകെമിക്കൽ ഇക്വിവലൻ്റ് ടേബിൾ കുറേ എലമെൻറ്റ്സ് ഉണ്ട് അല്ലേ, നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ആറ്റോമിക് വെയിറ്റ് ഓഫ് എലമെൻറ്റ് ഏറ്റവും കുറഞ്ഞത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി അലുമിനിയം, ഓപ്ഷൻ ഡി സിൽവർ. ഏതാണത്? നമ്മുടെ ഹൈഡ്രജൻ ആണ്. ഇപ്പോൾ സിൽവർ ആണ് നമ്മുടെ എലമെൻറ്റ്, സിൽവർ ആണെങ്കിൽ മോസ്റ്റ്ലി ഇതിൻ്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വിവലൻ്റ് എന്ന് പറയുന്നത് 1.11 8 into 10 raised to minus 6 ആണ്. കോപ്പർ എടുക്കുകയാണെങ്കിൽ 3.295 into 10 raised to minus 7 ആണ്. ഗോൾഡ് എടുക്കുകയാണെങ്കിൽ എത്രയാണ്? 6.812 into 10 raised to minus 7. അയേൺ ആണെങ്കിൽ 2.894 into 10 raised to minus 7. സിങ്ക് ആണെങ്കിൽ 1.58 into 10 raised to minus 7. ഓർത്ത് വെക്കണം കേട്ടോ. ഹൈഡ്രജൻ ആണെങ്കിൽ അത് എത്രയാണ്? 1.044 നോക്കിയേ into 10 raised to minus 7. ഹൈഡ്രജൻ അല്ലേ ഇവിടെ കുറവ് നമ്മൾ നോക്കുമ്പോൾ ആ ടേബിളിനകത്ത്. അതുപോലെ അലുമിനിയം, കാരണം ഈ ഞാൻ ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ സിൽവർ ചോദിക്കാറുണ്ട്, കോപ്പർ ചോദിക്കാറുണ്ട്, ഹൈഡ്രജൻ, അതുപോലെ അലുമിനിയം, ഇതൊക്കെ എന്താണ് കൂടുതലായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ആ ഏരിയ ആണ്. അപ്പോൾ നന്നായി നോക്കി പോകണം കേട്ടോ ഓരോന്നും. അതുപോലെ സിൽവറിൻ്റെ, കോപ്പറിൻ്റെ, ഹൈഡ്രജൻ്റെ, അലുമിനിയത്തിൻ്റെയാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. എല്ലാം നന്നായി നോക്കി പോവുക, ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കുറവ് ഏതിന് തന്നെയാണ്? നമ്മുടെ ആറ്റോമിക് വെയിറ്റ് ഓഫ് എലമെൻറ്റ് ഏതിനാണ് കുറവ്? ഹൈഡ്രജൻ ആണ് അവിടെ കുറവായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയി? എന്താണ് ഒരു ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഇലക്ട്രോകെമിക്കൽ നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താണെന്ന് അറിയാം. അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് അറിയാം. ഫാരഡേസ് ലോസിലെ ഇലക്ട്രോളിസിസിൽ വരുന്ന ഫാരഡേ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണുള്ളൂ. നന്നായി നോക്കിപ്പോയാൽ നമുക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്തിൽ നിന്നും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.